ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ആരോഗ്യ പരിശോധന നടത്തണം. അപ്പം നമ്മൾ ഇത്രയും പേരൊന്ന് നോക്കിയാൽ നമുക്ക് എത്ര പേർക്ക് പ്രമേഹമുണ്ട്, എത്ര പേർക്ക് രക്തസമ്മർദ്ദം ഉണ്ടെന്നൊരു കണക്കെടുത്താൽ നല്ലൊരു ശതമാനം ആളുകൾക്കും കാണും. പ്രമേഹവും രക്തസമ്മർദ്ദവും ഉള്ളവർ ശരിയായി മരുന്ന് കഴിച്ചത് നിയന്ത്രിച്ചു നിർത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. കാരണം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള മറ്റു രോഗങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 21 ലോക അൽഷമേഴ്സ് ദിനമായിരുന്നു. അപ്പം ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്താണെന്നറിയോ? അൽഷമേഴ്സ് മറവി രോഗം ഉണ്ടാകുന്നതിൽ ഒരു കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. കുറേ നാളായിട്ട് പ്രമേഹം രക്തസമ്മർദ്ദമൊക്കെ ഉള്ളവർക്ക് വരാനായിട്ട്, അത് കടുത്ത മരുന്നൊന്നും കഴിക്കാതെ നിയന്ത്രിച്ച് നിർത്താത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത്, അവർക്കിത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അത് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളതാണ്. ഫെബ്രുവരി 4-ാം തീയതി ആരംഭിച്ചതാണ്. ഇതുവരെ 18.5 ലക്ഷം ആളുകൾ ആ സ്ക്രീനിങ്ങിന് വിധേയമായി, ക്യാൻസർ സ്ക്രീനിങ്ങിന്. നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വന്നാൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ക്യാൻസർ ഉണ്ടോ എന്നുള്ളതിൻ്റെ പ്രാഥമിക പരിശോധന നടത്തും. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ, വായിൽ ക്യാൻസർ ഉണ്ടോ, സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയകള ക്യാൻസർ ഉണ്ടോ, ഇതെല്ലാം പരിശോധിക്കും. പരിശോധിച്ച് ഉണ്ടെങ്കിൽ കണ്ടെത്തിയാൽ ചികിത്സ നമുക്ക് തേടണം. ഈ ഒരു സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി ഏതാണ്ട് 600ഓളം ആളുകൾക്ക്, അതിൽ 340 ആളുകൾ പുതുതായിട്ട് ക്യാൻസർ കണ്ടെത്തി. നമ്മൾ ഈ ക്യാമ്പയിൻ ഇല്ലായിരുന്നെങ്കിൽ അവർ കണ്ടെത്തില്ലായിരുന്നു. അവർ സാധാരണ നിലയിൽ ജീവിതം നയിച്ചു പോകുമായിരുന്നു. ഒരു ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ അതിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ സ്ക്രീനിങ്ങിനോട് നമുക്കുള്ളൊരു ഭയം നമ്മളിതിൽ മാറ്റി നിർത്തുന്നതായിട്ട് കാണേണ്ടതായിട്ടുണ്ട്.